ഇടുക്കി മൂന്നാറിൽ മാത്രമല്ല ഇങ്ങ് പീരിമേട്ടിലും കുറിഞ്ഞിപ്പൂ നീലവസന്തം തീർത്തിരിക്കുകയാണ്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കാണ് കണ്ണുകൾക്ക് കുളിർമയേകി മൊട്ടക്കുന്നുകൾ നീല നിറം അണിഞ്ഞിരിക്കുന്നത്. കാണാം പീരിമേട്ടിലെ നീലക്കുറിഞ്ഞിപ്പൂത്ത കാലത്തെ കാഴ്ചകൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്നു എന്ന സവിശേഷതയുള്ള നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ അങ്ങ് മൂന്നാറിൽ ചെല്ലണമായിരുന്നു മുൻപ്. എന്നാൽ ഇന്ന് അത് വേണ്ട. ഇടുക്കിയുടെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ പീരിമേട് പരുന്തുംപാറ മൊട്ടക്കുന്നുകളിലാണ് വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും കണ്ണുകൾക്ക് കുളിർമയേകി നീലവസന്തം പൂത്തിരിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ മാത്രം സ്വന്തമാണ് നീലക്കുറിഞ്ഞി. ഇതുകൊണ്ട് തന്നെ പീരിമേട് പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞി പൂക്കുന്നതിന് പരിധികളില്ലാതെ ആയിരിക്കുകയാണ്. നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു വകഭേദമാണ് ഇവിടെ പൂത്തിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി പീരിമേടിന്റെ വിവിധ പ്രദേശത്ത് നീലക്കുറിഞ്ഞി അഥവാ മേട്ടുക്കുറിഞ്ഞി പൂക്കാറും ഉണ്ട്. കാലവർഷത്തെ ശക്തമായ മഴ പെയ്ത് മാറുന്നതോടെയാണ് നീലക്കുറിഞ്ഞിയിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നത്. 3 മാസം വരെ പൂക്കൾ പൂത്തു നിൽക്കുകയും ചെയ്യും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ തുടങ്ങി മഞ്ഞുകാലം ആകുന്നതിന് മുൻപ് തന്നെ കുറിഞ്ഞിപ്പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങുകയും ചെയ്യും. കാണികൾക്ക് കണ്ണിന് മനോഹാരിത പരത്തുന്ന കുറിഞ്ഞി പരുന്തുംപാറയിൽ പൂത്തിരിക്കുന്നു. കേരളത്തിൽ അത്യപൂർവമായി മാത്രം കുറിഞ്ഞി പൂക്കുന്ന ഒരു പ്രദേശമാണ് പരുന്തുംപാറ. നാനാദേശത്തു നിന്നുള്ള സഞ്ചാരികൾ ഈ കാഴ്ച കണ്ട് ആസ്വദിക്കുവാനായിട്ട് പരുന്തുംപാറയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ ഏറ്റവും മനോഹാരിതമായ ഒരു പ്രദേശമാണ് പരുന്തുംപാറ. പരുന്തുംപാറയിൽ കുറിഞ്ഞി പൂത്തിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും ഈ ഓണക്കാലത്ത് വളരെ സന്തോഷകരമായ ഒരു ദൃശ്യാനുഭവമാണ്. ഈ കാഴ്ച കാണുന്നതിനൊപ്പം ആൾക്കാർ ആ പൂ പറിക്കുകയും ചവിട്ടിക്കളയുന്ന ഒരു അനുഭവമുണ്ട്. അതിന് പ്രത്യേക ഒരു വാച്ച് ആൻഡ് ഗൈഡ്സുകളെ നിയോഗിക്കേണ്ടതും പഞ്ചായത്തും മറ്റധികൃതരും ഇത് നശിപ്പിക്കാതെ നോക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. എന്തായാലും പീരിമേട് പരുന്തുംപാറയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം നീലവസന്ത കാഴ്ചകൾ കൂടി കണ്ടുമടങ്ങാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാഴ്ച. ഇതിനോടകം തന്നെ നിരവധിയായ ആളുകളാണ് ഇവിടെയെത്തി നീലവിരിഞ്ഞ പൂക്കളുടെ കാഴ്ചകൾ ആസ്വദിക്കുകയും ചിത്രങ്ങൾ പകർത്തി മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നീലക്കുറിഞ്ഞി അഥവാ മേട്ടുക്കുറിഞ്ഞിയുടെ നീലക്കാഴ്ചകൾ കാണുന്നതിന് സഞ്ചാരികളെ വരവേൽക്കുകയാണ് ടൂറിസം ഗ്രാമപഞ്ചായത്ത് വകുപ്പുകൾ. ന്യൂസ് ബ്യൂറോ, പീരിമേട്.